ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതും തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള ഒരു അടിപൊളി നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. അതിനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 8-10 ചെറിയുള്ളി, 2-3 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ഒരു പാകമാകുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ എന്നിട്ട് ഈ ഒരു മസാലയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു മീഡിയം സൈസ് തക്കാളി കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുത്തത് അതിൻ്റെ മേലെ വിതറിയാണ്. എന്നിട്ടത് മൂടി വെച്ച് കുറച്ചൊരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത്രയും നേരമായിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ പാകല്ലേ നോക്കിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ചിക്കനൊക്കെ ഒന്ന് ഇതിൽ കിടന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളത്തിനനുസരിച്ചാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി പോലെയാണ് വേണ്ടതെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് കറി ടൈപ്പായിട്ടാണ് കറി വേണ്ടതെങ്കിൽ കുറച്ചധികം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒന്നൊരു ചെറിയൊരു തള വന്നാൽ മാത്രം മതി. തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് ഇനി അധികം ഇട്ട് വേവിക്കൊന്നും ആവശ്യം വരുന്നില്ല. ചെറുതായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കി വെക്കാം. ഇനി അടുത്തത് നമ്മൾ വറവ് ഇട്ട് കൊടുക്കുകയാണ് കറിയിലേക്കുള്ള. അതിനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ച് കുറച്ച് ചെറിയുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മൂപ്പെത്തുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.